ഹായ് ഫ്രണ്ട്സ്, ഓൾ വെൽക്കം ടു ഈസി ഫാർമസി. എല്ലാ സുഹൃത്തുക്കൾക്കും ഈസി ഫാർമസിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ജനറൽ ഫാർമക്കോളജിയിലെ കുറച്ച് പാർട്സാണ് നോക്കുന്നത്. നമുക്കപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് ഫാർമക്കോളജിയുടെ ഡെഫിനിഷൻ നോക്കാം. The pharmacology is the science of drug which include a detailed study of history, properties, physiological effect, mechanism of action, absorption, distribution, metabolism, excretion and use of drug. എന്താണ് ഫാർമക്കോളജി എന്ന് പറയുന്നത്? ഡ്രഗിനെ പറ്റിയുള്ള സയൻസ് ആണ്. അതിലെന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഹിസ്റ്ററി, പ്രോപ്പർട്ടീസ്, ഫിസിയോളജിക്കൽ എഫക്റ്റ്, മെക്കാനിസം ഓഫ് ആക്ഷൻ, അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റബോളിസം, എക്സ്ക്രീഷൻ, എങ്ങനെയാണ് അതിൻ്റെ ഡ്രഗിൻ്റെ യൂസ് എല്ലാം കൂടെ ചേരുന്നതാണ് ഫാർമക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്കിനി ഫാർമക്കോളജിയിലെ മെയിൻ ഡിവിഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ മെറ്റീരിയ മീഡിയ. മെറ്റീരിയ മീഡിയ എന്ന് പറയുന്നത് ഡ്രഗ് ഹിസ്റ്ററിയാണ്. അതെന്ന് പറയുന്നത് നമ്മുടെ ഫാർമക്കോളജിയിലെ ഓൾഡ് ഫോമാണ് മെറ്റീരിയ മീഡിയ എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് സോഴ്സ്, ഡിസ്ക്രിപ്ഷൻ, ഡ്രഗിൻ്റെ പ്രിപ്പറേഷനൊക്കെയാണ് മെറ്റീരിയ മീഡിയയിൽ പറയുന്നത്. സെക്കൻഡ് വൺ ഫാർമക്കോ ഡൈനാമിക്സ്. ഫാർമക്കോ ഡൈനാമിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രഗ് ബോഡിയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തുന്നത് എന്നുള്ളതാണ്. വാട്ട് ദ ഡ്രഗ് ഡസ് ടു ദ ബോഡി. അതിൽ വരുന്നത് ബയോകെമിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ എഫക്റ്റ് ഓഫ് ഡ്രഗും പിന്നെ ഡ്രഗിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷനൊക്കെ ഫാർമക്കോ ഡൈനാമിക്സിൽ വരുന്നതാണ്. നെക്സ്റ്റ് ഫാർമക്കോ കൈനറ്റിക്സ്. ഫാർമക്കോ കൈനറ്റിക്സ് എന്ന് പറയുന്നത് വാട്ട് ദ ബോഡി ഡസ് ടു ദ ഡ്രഗ്. നമ്മുടെ ബോഡി ഡ്രഗിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് ഫാർമക്കോ കൈനറ്റിക്സ്. ഫാർമക്കോ കൈനറ്റിക്സിലെന്ന് പറയുന്നത് അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റബോളിസം ആൻഡ് എക്സ്ക്രീഷൻ ഓഫ് ഡ്രഗാണ് ഉൾപ്പെടുന്നത്. ADME എന്ന് ഓർക്കുക. ഓക്കെ, ഫാർമക്കോ ഡൈനാമിക്സ് ആണെങ്കിൽ വാട്ട് ദ ഡ്രഗ് ഡസ് ടു ദ ബോഡിയാണ്. ഫാർമക്കോ കൈനറ്റിക്സ് ആകുമ്പോഴോ വാട്ട് ദ ബോഡി ഡസ് ടു ദ ഡ്രഗ്. നെക്സ്റ്റ് തെറാപ്യൂട്ടിക്സ്. തെറാപ്യൂട്ടിക്സിനകത്ത് വരുന്നത് നമ്മൾ ഡ്രഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡിസീസ് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സിംറ്റംസിനെയൊക്കെ റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രഗ് യൂസ് ചെയ്യുന്നതാണ് ഈ തെറാപ്യൂട്ടിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്ലിനിക്കൽ ഫാർമക്കോളജി എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഡ്രഗ് ഇൻ എ മാൻ. നമ്മുടെ ഡ്രഗിൻ്റെ എഫിക്കസിയും സേഫ്റ്റിയൊക്കെ ഹെൽത്തി ഹ്യൂമനിൽ അല്ലെങ്കിൽ പേഷ്യൻസിലൊക്കെ സ്റ്റഡി ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ക്ലിനിക്കൽ ഫാർമക്കോളജി എന്ന്. നെക്സ്റ്റ് വൺ കീമോതെറാപ്പി. It deals with the effects of drug on microorganisms and parasites which occur in a living organism. It also includes the treatment of cancer. എന്താണ്? ഒരു ലിവിങ് ഓർഗാനിസത്തിലുള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെയും പാരസൈറ്റിനെ എതിർക്കാനുള്ള ഒരു ഡ്രഗിൻ്റെ എഫക്റ്റാണ് കീമോതെറാപ്പി എന്ന് പറയുന്നത്. ആ ലിവിങ് ഓർഗാനിസത്തിന് ഒരു ഹാമും സംഭവിക്കാതെ അതിന് ഒരു എഫക്റ്റും ഇല്ലാതെ തന്നെ ഈ മൈക്രോ ഓർഗാനിസത്തിനെയും പാരസൈറ്റിനെയൊക്കെ കില്ല് ചെയ്യാനുള്ള ഡ്രഗിൻ്റെ കഴിവാണ് കീമോതെറാപ്പി എന്ന് പറയുന്നത്. നമ്മൾ ഈ കീമോതെറാപ്പി ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ടോക്സിക്കോളജി. സ്റ്റഡി ഓഫ് പോയിസണസ് എഫക്ട്സ് ഓഫ് ഡ്രഗ് ഓർ ഡിറ്റക്ഷൻ ഓഫ് പോയിസണിങ് ആൻഡ് ഇറ്റ്സ് ട്രീറ്റ്മെൻറ്റ്. എന്താണ്? നമ്മുടെ ഡ്രഗിൻ്റെ പോയിസണസ് എഫക്റ്റിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് ടോക്സിക്കോളജി എന്ന് പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ പോയിസണിങ്ങിൻ്റെ ഡിറ്റക്ഷനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റുമാണ് ഈ ടോക്സിക്കോളജിയിൽ വരുന്നത്. നെക്സ്റ്റ് പോസോളജി. സ്റ്റഡി ഓഫ് ഡോസ് ആൻഡ് യൂസ് ഓഫ് ഡ്രഗ്. എന്താണ്? നമ്മുടെ ഡ്രഗിൻ്റെ ഡോസിനെ പറ്റിയും യൂസിനെ പറ്റിയൊക്കെയുള്ള സ്റ്റഡിയാണ് പോസോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫാർമക്കോമെട്രിക്സ്. സ്റ്റഡി ഓഫ് സ്ക്രീനിങ് ഓഫ് സബ്സ്റ്റൻസസ് ഫോർ ഫാർമക്കോളജിക്കൽ ആക്ടിവിറ്റീസ് വിത്ത് ക്വാളിറ്റേറ്റീവ്ലി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി. എന്താണ്? ഫാർമക്കോളജിക്കൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് നമ്മുടെ ഡ്രഗിനെ അല്ലെങ്കിൽ സബ്സ്റ്റൻസിനെ സ്ക്രീൻ ചെയ്യുന്ന അതിനെപ്പറ്റിയുള്ളൊരു സ്റ്റഡിയാണ് ഫാർമക്കോമെട്രിക്സ് എന്ന് പറയുന്നത്. ക്വാളിറ്റേറ്റീവ്ലി നമ്മൾ ചെയ്യുന്നു, ക്വാണ്ടിറ്റേറ്റീവ്ലിയും ആ ഫാർമക്കോളജിക്കൽ ആക്ടിവിറ്റീസിന് സ്റ്റഡി ചെയ്യുന്നതാണ് ഫാർമക്കോമെട്രിക്സ്. നെക്സ്റ്റ് ഫാർമക്കോജെനറ്റിക്സ്. സ്റ്റഡി ഓഫ് എഫക്റ്റ് ഓഫ് ഡ്രഗ്സ് ഓൺ ഹെറിറ്ററി പ്രോസസ്. എന്താണ്? ഹെറിറ്ററി പ്രോസസ്സിലുള്ള നമ്മുടെ ഡ്രഗിൻ്റെ എഫക്റ്റിനെ സ്റ്റഡി ചെയ്യുന്നതാണ് ഫാർമക്കോജെനറ്റിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മോളിക്കുലാർ ഫാർമക്കോളജി. സ്റ്റഡി ഓഫ് ആക്ഷൻ ഓഫ് ഡ്രഗ് അറ്റ് മോളിക്കുലാർ ലെവൽ. ഡ്രഗ് റിസെപ്റ്റർ ഇൻറ്ററാക്റ്റിംഗ്. എന്താണ്? നമ്മുടെ ഡ്രഗിനെ മോളിക്കുലാർ ലെവലിൽ അതിൻ്റെ ഡ്രഗിൻ്റെ ആക്ഷനെയൊക്കെ പറ്റി പഠിക്കുന്നതാണ് മോളിക്കുലാർ ഫാർമക്കോളജി എന്ന് പറയുന്നത്. അതിൽ ഡ്രഗും റിസെപ്റ്ററും തമ്മിലുള്ള ഇൻറ്ററാക്ഷനെ പറ്റിയുള്ള സ്റ്റഡിയും വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഡ്രഗിൻ്റെ അബ്സോർപ്ഷനെ പറ്റി പഠിക്കാം. ഇറ്റ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് ഡ്രഗ് ഫ്രം ദ സൈറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ടു ദ സിസ്റ്റമിക് സർക്കുലേഷൻ. എന്താണ്?
ഡ്രഗ് നമ്മൾ എവിടെ നിന്നാണോ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ആ സൈറ്റിൽ നിന്നും സിസ്റ്റമിക് സർക്കുലേഷനിലോട്ടുള്ള ഡ്രഗിൻ്റെ മൂവ്മെൻറ്റിനെയാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ഓഫ് ഡ്രഗ് എന്നും പറയാം. നമ്മൾ ഡ്രഗ് സെൽ മെമ്പറൈനിൽ കൂടി ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് 2 വഴിയിലൂടെയാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പാസീവ് ട്രാൻസ്പോർട്ട്, സെക്കൻഡ് വൺ സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്പോർട്ട്. ഈ പാസീവ് ട്രാൻസ്പോർട്ട് 2 ഡിവിഷനുണ്ട്. പാസീവ് അല്ലെങ്കിൽ സിമ്പിൾ ഡിഫ്യൂഷനും സിമ്പിൾ ഫിൽട്രേഷനും. എന്തൊക്കെയാണ്? പാസീവ് ഡിഫ്യൂഷൻ അല്ലെങ്കിൽ സിമ്പിൾ ഫിൽട്രേഷൻ. സെക്കൻഡ് വൺ സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്പോർട്ട്. അത് 3 ടൈപ്പാണ്: ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആൻഡ് പൈനോസൈറ്റോസിസ്. എന്തൊക്കെയാണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആൻഡ് പൈനോസൈറ്റോസിസ്. ഇനി നമുക്കിത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഒരുപാടൊന്നുമില്ല, നമുക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഫസ്റ്റ് നമുക്ക് പാസീവ് ട്രാൻസ്പോർട്ടിലെ ഫസ്റ്റ് ഡിവിഷൻ നോക്കാം. പാസീവ് ഓർ സിമ്പിൾ ഡിഫ്യൂഷൻ. പാസീവ് ഓർ സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൽ ഡ്രഗ്സ് മൂവ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഹയർ ടു ലോവർ, ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലോട്ടാണ് സിമ്പിൾ ഡിഫ്യൂഷൻ നടക്കുന്നത്. ഇതൊരു ബൈ ഡയറക്ഷണൽ പ്രോസസ്സാണ്. നെക്സ്റ്റ് പോയിൻ്റാണ്, ഇതിൽ കാരിയർ അയോൺസ് ഇല്ല. എന്താണ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. പാസീവ് ഓർ സിമ്പിൾ ഡിഫ്യൂഷനിൽ കാരിയർ അയോൺസിൻ്റെ ആവശ്യമില്ല. ഇത് ലിപ്പിഡ് സോൾബിളും വാട്ടർ സോൾബിൾ ഡ്രഗ്സും ഈ സിമ്പിൾ ഡിഫ്യൂഷൻ അല്ലെങ്കിൽ പാസീവ് ഡിഫ്യൂഷൻ വഴി മൂവ് ചെയ്യുന്നുണ്ട്. ബോത്ത് ലിപ്പിഡ് സോൾബിൾ ആൻഡ് വാട്ടർ സോൾബിൾ ഡ്രഗ്സ് മൂവ്സ് ത്രൂ സിമ്പിൾ ഡിഫ്യൂഷൻ. നെക്സ്റ്റ് നമുക്ക് സിമ്പിൾ ഫിൽട്രേഷൻ എന്താണെന്ന് നോക്കാം. ഫിൽട്രേഷൻ എന്ന് പറയുമ്പോഴേ നമ്മൾ ഓർക്കുക, പോർസിലൂടെയുള്ള ഒരു ട്രാൻസ്പോർട്ടാണ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെൽ മെമ്പറൈനിൽ പോർസ് വഴിയായിരിക്കും ഇതിൽ ഡ്രഗ്സ് പാസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിൻ്റാണ്, വാട്ടർ സോൾബിൾ ഡ്രഗ്സ് മാത്രമേ സിമ്പിൾ ഫിൽട്രേഷൻ വഴി ട്രാൻസ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പാസീവ് ഓർ സിമ്പിൾ ഡിഫ്യൂഷൻ ആണെങ്കിലോ ലിപ്പിഡ് സോൾബിളും വാട്ടർ സോൾബിൾ ഡ്രഗ്സ് മൂവ് ചെയ്യുന്നായിരുന്നു. സിമ്പിൾ ഫിൽട്രേഷനിൽ വാട്ടർ സോൾബിൾ ഡ്രഗ്സ് മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്പോർട്ടിൽ ഫസ്റ്റ് ഡിവിഷൻ നോക്കാം. ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൻ്റെ മറ്റൊരു പേരാണ് കാരിയർ ട്രാൻസ്പോർട്ട് എന്ന്. കാരണം ഇതിൽ കാരിയർ മോളിക്യൂൾസിന് ആവശ്യമാണ്. ഇതിൽ ഇലക്ട്രോൺ കെമിക്കൽ ഗ്രേഡിയൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഡ്രഗ് മോളിക്യൂൾസ് പാസ് ചെയ്യുന്നത്. ഡിഫ്യൂഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ഇലക്ട്രോൺ കെമിക്കൽ ഗ്രേഡിയൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ. കാരിയർ മോളിക്യൂൾസും എനർജിയും ഈ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ അത്യാവശ്യമാണ്. അപ്പോൾ അത് രണ്ടും ഓർത്തിരിക്കുക. കാരിയർ മോളിക്യൂൾസും വേണം, എനർജിയും വേണം. നെക്സ്റ്റ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ കാരിയർ ട്രാൻസ്പോർട്ട് കണക്ക് തന്നെയാണ്, പക്ഷേ അവിടെ എനർജിയുടെ ആവശ്യമില്ല. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ കാരിയർ ട്രാൻസ്പോർട്ടിൽ എനർജി ആവശ്യമാണ്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിൽ എനർജി ആവശ്യമില്ല. ഡ്രഗ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണെങ്കിലോ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്, കാരിയർ മോളിക്യൂൾസിന് ആവശ്യമുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പൈനോസൈറ്റോസിസ്. പ്രോട്ടീൻസും മാക്രോ മോളിക്യൂൾസും ഒക്കെയാണ് പൈനോസൈറ്റോസ് വഴി ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. പൈനോസൈറ്റോസ് എന്ന് പറയുന്നത് ഫാഗോസൈറ്റോസിന് സിമിലർ ആയിട്ടുള്ളൊരു ആക്ഷനാണ്. ഫാഗോസൈറ്റോസ് നമുക്കറിയാമല്ലോ, സെൽസ് അതിൻ്റെ സറൗണ്ടിങ്സിലുള്ള ലാർജ് പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ മാക്രോ മോളിക്യൂൾസിനെയൊക്കെ എൻഗൾഫ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഫാഗോസൈറ്റോസ്. നെക്സ്റ്റ് നമുക്കിനി അബ്സോർപ്ഷനെയും ബയോ അവൈലബിലിറ്റിയും അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബയോ അവൈലബിലിറ്റിയുടെ ഡെഫിനിഷൻ നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പഠിച്ചിരുന്നു, ഡെഫിനിഷൻസ് മാത്രമായിട്ടുള്ളൊരു ക്ലാസ്സിൽ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കാണാത്തവർ അതുകൂടി പോയി കാണാൻ ശ്രമിക്കുക. ബയോ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നോൺ വാസ്കുലർലി ഒരു ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും എത്രത്തോളം എമൗണ്ട് ഡ്രഗ് നമ്മുടെ അബ്സോർബ് ചെയ്തിട്ട് ആ സിസ്റ്റമിക് സർക്കുലേഷനിലോട്ട് പോകുന്നു, അതാണ് ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത്. നമുക്കപ്പോൾ ആ ഫാക്ടേഴ്സ് നോക്കാം. 2 ടൈപ്പാണ്. ഡ്രഗ് റിലേറ്റഡ് ഫാക്ടേഴ്സും ഉണ്ട്, പേഷ്യൻ്റ് റിലേറ്റഡ് ഫാക്ടേഴ്സും ഉണ്ട്. ഡ്രഗ് റിലേറ്റഡ് ഫാക്ടേഴ്സിൽ വരുന്ന ഫസ്റ്റ് പോയിൻ്റാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഡ്രഗ്. ഡ്രഗിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അതിൽ വരുന്നതാണ് ഫിസിക്കൽ സ്റ്റേറ്റ്, ലിപ്പിഡ് ഓർ വാട്ടർ സോളുബിലിറ്റി. നമ്മൾ ഈ പോയിൻറ്റ്സ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ആ ക്ലാസിഫൈ ചെയ്ത് പോകുന്നതേ ഉള്ളൂ ആ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. നെക്സ്റ്റ് നേച്ചർ ഓഫ് ഡോസേജ് ഫോം. ഡോസേജ് ഫോമിൻ്റെ നേച്ചർ അനുസരിച്ച് പാർട്ടിക്കിൾ സൈസ്, ഡിസിൻറ്റിഗ്രേഷൻ ടൈം ആൻഡ് ഡിസൊല്യൂഷൻ റേറ്റ്, ഫോമുലേഷൻ എന്തൊക്കെയാണ്. അപ്പം നേച്ചർ ഓഫ് ഡോസേജ് ഫോമിൽ വരുന്നത് പാർട്ടിക്കിൾ സൈസ്, ഡിസിൻറ്റിഗ്രേഷൻ ടൈം ആൻഡ് ഡിസൊല്യൂഷൻ റേറ്റ് ആൻഡ് ഫോമുലേഷൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്കിനി പേഷ്യൻ്റ് റിലേറ്റഡ് ഫാക്ടേഴ്സിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഫിസിയോളജിക്കൽ ഫാക്ടർ. അതിൽ വരുന്ന പോയിൻറ്റ്സ് ആണ് pH ഓഫ് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ഫ്ലൂയിഡ് ആൻഡ് ബ്ലഡ്, GI ട്രാൻസിറ്റ് ടൈം, ഇൻഫ്ലുവൻസ് ഓഫ് അതർ സബ്സ്റ്റൻസ്, എൻഡറോ ഹെപ്പാറ്റിക് സൈക്ലിങ്സ്, ഏരിയ ഓഫ് അബ്സോർബിംഗ് സർഫസ് ആൻഡ് വാസ്കുലേറ്റർ,
റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മെറ്റബോളിസം ഓഫ് ഡ്രഗ്. എന്തൊക്കെയാണ്? pH of gastrointestinal fluid and blood, GI transit time, influence of other substance, enterohepatic cyclins, area of absorbing surface and vasculature, route of administration and metabolism of drug. Next, pharmacogenetic factors. അതിൽ വരുന്നതാണ് അസറ്റൈലേഷൻ ആൻഡ് ഹൈഡ്രോസൈലേഷൻ, പ്ലാസ്മ കോളിനെസ്റ്ററേസ്, ഫെനിറ്റോയിൻ ഹൈഡ്രോസൈലേഷൻ, ഗ്ലൂക്കറോനൈഡ് കോൺജുഗേഷൻ, എറിത്രോസൈഡ് ഡയാഫോറേസ്, ഗ്ലൂക്കോസ് സിസ് ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ്. എന്തൊക്കെയാണ്? അസറ്റൈലേഷൻ ആൻഡ് ഹൈഡ്രോസൈലേഷൻ, പ്ലാസ്മ കോളിനെസ്റ്ററേസ്, ഫെനിറ്റോയിൻ ഹൈഡ്രോസൈലേഷൻ, ഗ്ലൂക്കറോനൈഡ് കോൺജുഗേഷൻ, എറിത്രോസൈഡ് ഡയാഫോറേസ്, ഗ്ലൂക്കോസ് സിസ് ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ്. നെക്സ്റ്റ് പോയിൻ്റാണ് ഡിസീസ് കണ്ടീഷൻ. പേഷ്യൻ്റെ ഡിസീസ് ഓരോ ഡിസീസിനനുസരിച്ചും ബയോ അവൈലബിലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നതാണ്. നമുക്കപ്പോൾ ഇനി ഈ ഓരോ പോയിൻറ്റ്സും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഡ്രഗ് റിലേറ്റഡിനകത്തുള്ള ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഡ്രഗ്. ഡ്രഗിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിലുള്ള ഫസ്റ്റ് പോയിന്റ് ഫിസിക്കൽ സ്റ്റേറ്റ്. നമുക്കറിയാമല്ലോ, ലിക്വിഡ്സ് ആയിരിക്കും സോൾസിനെക്കാട്ടിലും പെട്ടെന്ന് തന്നെ അബ്സോർപ്ഷൻ നടക്കുന്നത്. അതുപോലെ തന്നെയാണ് ക്രിസ്റ്റലോയിഡ്സിൻ്റെ കാര്യം. ക്രിസ്റ്റലോയിഡ്സ് ആയിരിക്കും കൊളോയിഡ്സിനെക്കാട്ടിലും പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യുന്നത്. ക്രിസ്റ്റലോയിഡ്സ് എന്ന് പറയുമ്പോൾ വാട്ടർ സോൾബിൾ സബ്സ്റ്റൻസിൻ്റെയും അല്ലെങ്കിൽ മിനറൽ സാൾട്സ്, വാട്ടർ സോൾബിൾ മിനറൽ സാൾട്സിൻ്റെയൊക്കെ ഒരു അക്വസ് സൊല്യൂഷൻ ആയിരിക്കും ക്രിസ്റ്റലോയിഡ്സ് എന്ന് പറയുന്നത്. കൊളോയിഡ്സ് ആണെങ്കിലോ ഇൻസോൾബിൾ സബ്സ്റ്റൻസിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും കൊളോയിഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റാണ് ലിപ്പിഡ് ഓർ വാട്ടർ സോൾബിലിറ്റി. അൺഅയണൈസ്ഡ് ഫോമും ലിപ്പിഡ് സോൾബിൾ ആയിട്ടുള്ള ഡ്രഗ്സും പെട്ടെന്ന് തന്നെ അബ്സോർപ്ഷൻ നടക്കും. എന്നാൽ അയണൈസ്ഡ് ആയിട്ടുള്ളതും വാട്ടർ സോൾബിൾ ആയിട്ടുള്ള ഡ്രഗ്സും അബ്സോർപ്ഷൻ നടക്കുന്നത് പതുക്കെ ആയിരിക്കും, എന്നാൽ എലിമിനേഷൻ പെട്ടെന്ന് തന്നെ നടക്കും. ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അൺഅയണൈസ്ഡ് ഫോം ആൻഡ് ലിപ്പിഡ് സോൾബിൾ ഡ്രഗ്സ് ആർ ഈസിലി അബ്സോർബ്ഡ്, എന്നാൽ അയണൈസ്ഡ് ഫോം ആൻഡ് വാട്ടർ സോൾബിൾ ഡ്രഗ്സ് ആർ ഈസിലി എലിമിനേറ്റഡ്. ഓക്കെ, ഡ്രഗ് റിലേറ്റഡിലെ അടുത്ത പോയിന്റ് നോക്കാം. നേച്ചർ ഓഫ് ഡോസേജ് ഫോം. അതിലെ ഫസ്റ്റ് പോയിൻ്റാണ് പാർട്ടിക്കിൾ സൈസ്. നമുക്കറിയാമല്ലോ, പാർട്ടിക്കിൾ സൈസ് കുറയുന്നതിനനുസരിച്ച് ഡ്രഗിൻ്റെ അബ്സോർപ്ഷൻ പെട്ടെന്ന് തന്നെ നടക്കുന്നു. അതിൻ്റെ കാരണം എന്താണ്? നമ്മളെ പാർട്ടിക്കിൾ സൈസ് കുറയുമ്പോഴത്തേക്കും സർഫസ് ഏരിയ കൂടുന്നു. അത് കാരണം ഡ്രഗ്സിൻ്റെ അബ്സോർപ്ഷൻ പെട്ടെന്ന് നടക്കുന്നു. നെക്സ്റ്റ് പോയിൻ്റാണ് നമുക്ക് ടോക്സിസിറ്റി കുറച്ചുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാർട്ടിക്കിൾ സൈസ് കൂട്ടിക്കൊടുക്കുക. പാർട്ടിക്കിൾ സൈസ് കൂടുമ്പോഴത്തേക്കും അബ്സോർപ്ഷൻ്റെ റേറ്റ് കുറയുന്നു. അത് കാരണത്താൽ ടോക്സിസിറ്റി നമുക്ക് കുറയ്ക്കാം. നെക്സ്റ്റ് പോയിൻ്റാണ് ആന്തൽമിൻറ്റിക് ഡ്രഗ് എമൽസിഫൈഡ് അല്ലെങ്കിൽ ഡിസ്പേഴ്സ്ഡ് ഫോമിലായിരിക്കാം. അതിൻ്റെ അബ്സോർപ്ഷൻ അത് കാരണത്താൽ പെട്ടെന്ന് നടക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് ഫോമുലേഷൻ. നമ്മൾ പൗഡേഴ്സിൻ്റെയും ടാബ്ലറ്റ്സിൻ്റെയൊക്കെ മാനുഫാക്ചറിൽ ഫോമുലേഷനിലായിട്ട് ലാക്ടോസ്, സൂക്രോസ്, കാൽഷ്യം ഫോസ്ഫേറ്റ്, സ്റ്റാർച്ച് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇനേർട്ട് ഡയലോയിൻസ് ആയിട്ട്. ഇത് ചിലപ്പം അബ്സോർപ്ഷനെ അഫക്റ്റ് ചെയ്യുന്നു. അതിന് 2 എക്സാമ്പിൾസ് ആണ്. ടെട്രാസൈക്കിളിൻ്റെ അബ്സോർപ്ഷനെ കാൽഷ്യം മഗ്നീഷ്യം അയോൺസ് റെഡ്യൂസ് ചെയ്യുന്നു. കാൽഷ്യം ഫോസ്ഫേറ്റ് നമ്മൾ കാൽസിഫറോളിൻ്റെ പ്രിപ്പറേഷനിൽ ഡയലോയിൻ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കാൽസിഫറോൾ ലാർജ് ഡോസിൽ എടുക്കുമ്പോൾ കാൽഷ്യം ടോക്സിസിറ്റി ഉണ്ടാകുന്നു. കാൽഷ്യം ഫോസ്ഫേറ്റ് കാൽസിഫറോളിൻ്റെ പ്രിപ്പറേഷനിൽ ഡയലോയിൻ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ലാർജ് ഡോസിൽ ഇത് അഡ്മിനിസ്റ്റർ ചെയ്യുമ്പം കാൽഷ്യം ടോക്സിസിറ്റി ഉണ്ടാകുന്നു. ഡ്രഗിൻ്റെ തെറാപ്യൂട്ടിക് ആക്ടിവിറ്റിയെ ഫോമുലേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് ബയോഫാർമസ്യൂട്ടിക്സ്. നെക്സ്റ്റ് നമുക്കിനി ഈ പേഷ്യൻ്റ് റിലേറ്റഡ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ്. അതിലെ ഫസ്റ്റ് പോയിൻ്റാണ് pH ഓഫ് GI ഫ്ലൂയിഡ് ആൻഡ് ബ്ലഡ്. അതിൽ വരുന്നതാണ് ആസിഡിക് ഡ്രഗ്സ്. ആസിഡിക് ഡ്രഗ്സ് എന്ന് പറയുന്നത് സ്റ്റൊമക്കിലെ ആസിഡിക് pHലാണ് പെട്ടെന്ന് തന്നെ അബ്സോർപ്ഷൻ നടക്കുന്നത്. കാരണം ആ ആസിഡിക് മീഡിയത്തിൽ ആ ആസിഡിക് ഡ്രഗ്സ് അൺഅയണൈസ്ഡ് ഫോമിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. അത് അതിൻ്റെ അബ്സോർപ്ഷനെ ഫേവർ ചെയ്യുന്നു. നമ്മൾ മുന്നേ പഠിച്ചിരുന്നു, അൺഅയണൈസ്ഡ് ഫോം ആൻഡ് ലിപ്പിഡ് സോൾബിൾ ഡ്രഗ്സ് ആർ റാപ്പിഡ്ലി അബ്സോർബ്ഡ് എന്നും അയണൈസ്ഡ് ഫോം ആൻഡ് വാട്ടർ സോൾബിൾ ഡ്രഗ്സ് ആർ റാപ്പിഡ്ലി എലിമിനേറ്റഡ് എന്നും. അത് ഓർത്തിരിക്കുക. ആസിഡിക് ഡ്രഗ്സിന് എക്സാമ്പിൾസ് ആണ് സാലിസിലേറ്റ്, ബാർബിറ്റുറേറ്റ്സ് ഒക്കെ. ഇനി ബേസിക് ഡ്രഗ്സ് ആണെങ്കിലോ അത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ആൽക്കലൈൻ മീഡിയത്തിലായിരിക്കും പെട്ടെന്ന് അബ്സോർപ്ഷൻ നടക്കുക. കാരണം ആ ആൽക്കലൈൻ മീഡിയത്തിൽ ഈ ബേസിക് ഡ്രഗ്സ് അൺഅയണൈസ്ഡ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. അത് കാരണം അവിടെ അബ്സോർപ്ഷൻ പെട്ടെന്ന് നടക്കുന്നു. ബേസിക് ഡ്രഗ്സിന് എക്സാമ്പിൾസ് ആണ് പെത്തിഡിൻ, എഫീഡ്രിൻ ഒക്കെ.
അയണൈസ്ഡ് ഫോം ഓഫ് ഡ്രഗ്സ് എന്ന് പറയുന്നത് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ മ്യൂക്കോസയിൽ ഇംപെർമിയബിൾ ആണ്. അത് കാരണമാണ് അൺഅയണൈസ്ഡ് ഫോം പെട്ടെന്ന് അബ്സോർബ് ചെയ്യുകയും അയണൈസ്ഡ് ഫോം പെട്ടെന്ന് എലിമിനേറ്റ് ആവുകയും ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് GI ട്രാൻസിറ്റ്. GI ട്രാൻസിറ്റിൽ വരുന്നതാണ് നമ്മുടെ ഡ്രഗ്സ് എംപ്റ്റി സ്റ്റൊമക്കിലായിരിക്കും പെട്ടെന്ന് അബ്സോർപ്ഷൻ നടക്കുന്നത്. എന്നാൽ അയൺ പ്രിപ്പറേഷൻസും സാലിസിലേറ്റും ഒക്കെ ആണെങ്കിലോ നമ്മൾ ഫുഡിന് ശേഷം കൊടുത്തെങ്കിൽ മാത്രമേ GI ഇറിറ്റേഷൻ കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. ചില ഡ്രഗ്സ് ആണെങ്കിലോ ഫുഡിൻ്റെ പ്രസൻസ് അതിൻ്റെ അബ്സോർപ്ഷനെ കൂട്ടുന്നു. അതിന് എക്സാമ്പിൾസ് ആണ് ഗ്ലിസിയോഫൾവിൻ, റൈബോഫ്ലേവിൻ, പ്രൊപ്പനോളൊക്കെ. ഇനി ചില ഡ്രഗ്സ് ആണെങ്കിലോ ഫുഡിൻ്റെ പ്രസൻസ് GITയിലെ ഫുഡിൻ്റെ പ്രസൻസ് അതിൻ്റെ അബ്സോർപ്ഷനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് പെൻസിലിൻ, ആസ്പിരിൻ, ആംബിസിലിൻ. ഓക്കെ. എന്നാൽ ഡയറിയയുടെ കേസിലും നമ്മുടെ ഡ്രഗ് അബ്സോർപ്ഷനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവിടെ പെരിസ്റ്റാൾട്ടിക് ആക്ടിവിറ്റി കൂടുതലായിരിക്കും. അതുപോലെ തന്നെയാണ് ആൻറ്റികോളിൻ ഡ്രഗ്സിൻ്റെ കാര്യം. ആൻറ്റികോളിൻ ഡ്രഗ്സിനകത്ത് വരുന്നതാണ് അട്രോപ്പിനൊക്കെ. അട്രോപ്പിൻ എന്താ സെക്രീഷൻസിനെല്ലാം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് കാരണത്താൽ ഡ്രഗ് അബ്സോർപ്ഷനെയും ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ് ആണ് ഇൻഫ്ലുവൻസ് ഓഫ് അതർ സബ്സ്റ്റൻസസ്. നമ്മൾ കഴിക്കുന്ന അയൺ പ്രിപ്പറേഷൻസിൻ്റെ അബ്സോർപ്ഷനെ കൂട്ടാൻ വേണ്ടി നമ്മൾ വൈറ്റമിൻ സിയും കൂടെ അയൺ പ്രിപ്പറേഷൻ്റെ കൂടെ കഴിക്കുന്നത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെയാണ് ടെട്രാസൈക്കിളിൻ്റെ കൂടെ നമ്മൾ കാൽഷ്യം പ്രസൻ്റ് ആയിട്ടുള്ള മിൽക്ക് അല്ലെങ്കിൽ അൻറ്റാസിഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ടെട്രാസൈക്കിളിൻ്റെ അബ്സോർപ്ഷനെ കുറയ്ക്കുന്നു. ഓക്കെ. ഇനി ഫാറ്റ് സോൾബിൾ വൈറ്റമിൻസ് ആണെങ്കിലോ ഫാറ്റ് സോൾബിൾ വൈറ്റമിൻസിൻ്റെ അബ്സോർപ്ഷന് ലിക്വിഡ് പാരഫിനും കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ് നോക്കാം, എൻഡറോഹെപ്പാറ്റിക് സൈക്ലിംഗ്. എൻഡറോഹെപ്പാറ്റിക് സൈക്ലിംഗ് അഥവാ എൻഡറോഹെപ്പാറ്റിക് സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിവറിൽ നിന്നും ബൈലറി ആസിഡ്സ്, ബിലിറൂബിൻ, ഡ്രഗ്സ് അല്ലെങ്കിൽ അതർ സബ്സ്റ്റൻസസ് അതെന്തെങ്കിലും ലിവറിൽ നിന്നും ബൈലിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് അത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ട് പോകുന്നു. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ പോയിട്ട് അവിടെ നിന്ന് എൻഡറോസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ സെൽസിൻ്റെ ലൈനിങ്ങിലുള്ള സെൽസാണ് എൻഡറോസൈറ്റ് എന്ന് പറയുന്നത്. ആ എൻഡറോസൈറ്റ് അബ്സോർബ് ചെയ്യുന്നു. അതിനുശേഷം അത് ലിവറിലോട്ട് തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ആ ഒരു സർക്കുലേഷനെ പറയുന്നതാണ് എൻഡറോഹെപ്പാറ്റിക് സർക്കുലേഷൻ എന്ന്. ഈ എൻഡറോഹെപ്പാറ്റിക് സൈക്ലിങ്ങും നമ്മുടെ ഡ്രഗ്സിൻ്റെ ബയോ അവൈലബിലിറ്റിയെ കൂട്ടുന്നു. അങ്ങനെയുള്ളൊരു എക്സാമ്പിളാണ് ഫിനോഫ്താലിൻ. ഫിനോഫ്താലിൻ എന്ന് പറയുന്നത് എന്താ, ഒരു ലാക്സേറ്റീവ് ആണ്. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം, ഏരിയ ഓഫ് അബ്സോർബിംഗ് സർഫസ് ആൻഡ് വാസ്കുലേറ്റർ. ഡ്രഗ് ക്യാൻ അബ്സോർബ് ബെറ്റർ ഫ്രം ദ ഇൻറ്റസ്റ്റൈൻ ദാൻ ഫ്രം സ്റ്റൊമക്ക്. നമ്മുടെ സ്റ്റൊമക്കിനേക്കാളിലും ബെറ്ററായിട്ടാണ് ഇൻറ്റസ്റ്റൈനിൽ ഡ്രഗ്സിൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്നത്. കാരണം എന്താണ്, അവിടെ ലാർജ് സർഫസ് ഏരിയ ആണ്, സർഫസ് ഏരിയ കൂടുതലാണ്, അതേണക്ക് തന്നെ വാസ്കുലേഷനും കൂടുതലാണ്. അതുകൊണ്ടാണ് ഇൻറ്റസ്റ്റൈനിൽ ഡ്രഗ്സ് പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. നമ്മൾ ഡ്രഗ്സ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഒരുപാട് റൂട്ടിൽ കൂടെയാണ്. അതിനൊരു പ്രധാന റോളാണ് അബ്സോർപ്ഷനിലുള്ളത്. ഇൻസുലിൻ എന്ന് പറയുന്നത് നമ്മൾ സബ്ക്യൂട്ടേനിയസ് ആയിട്ടാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. കാരണം ഓറൽ അഡ്മിനിസ്ട്രേഷൻ വഴി ഇൻസുലിൻ ഡിസ്ട്രോയ് ആയി പോകുന്നു, നശിച്ചു പോകുന്നു. അപ്പോൾ നമ്മൾ സബ്ക്യൂട്ടേനിയസ് ആയിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോഴാണ് അതിൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം, മെറ്റബോളിസം ഓഫ് ഡ്രഗ്. ഫസ്റ്റ് പാസ് മെറ്റബോളിസം വഴി ലിവറിലൂടെയോ അല്ലെങ്കിൽ ഗട്ട് വാളിലൂടെയോ നമ്മുടെ ഡ്രഗ് പെട്ടെന്ന് തന്നെ ഡീഗ്രേഡ് ചെയ്യുന്നത് അഥവാ മെറ്റബോളൈസ് ചെയ്യുകയാണെങ്കിലും അതും നമ്മുടെ ബയോ അവൈലബിലിറ്റിയെ അഫക്റ്റ് ചെയ്യും. ഫസ്റ്റ് പാസ് മെറ്റബോളിസം എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പേഷ്യൻ്റ് റിലേറ്റഡ് ഫാക്ടേഴ്സിലെ സെക്കൻഡ് പോയിന്റ് നോക്കാം, ഫാർമക്കോജനറ്റിക് ഫാക്ടർ. അതിൽ വരുന്ന ഫസ്റ്റ് പോയിൻ്റാണ് അസറ്റൈലേഷൻ ആൻഡ് ഹൈഡ്രോസൈലേഷൻ ഓഫ് ഡ്രഗ്. എന്ന് പറഞ്ഞാൽ ചില ഡ്രഗ്സ് അഥവാ INH, ഡാപ്സോണൊക്കെ മെറ്റബോളൈസ് ചെയ്യുന്നത് അസറ്റൈലേറ്റർ വഴിയാണ്. അപ്പോൾ അതിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഓരോ ഇൻഡിവിജ്വലിൻ്റെയും അസറ്റൈലേറ്റിംഗ് എബിലിറ്റി അനുസരിച്ചായിരിക്കും. അതുപോലെ തന്നെയാണ് ചില ഡ്രഗ്സ് ആയിട്ടുള്ള മെറ്റോപ്രൊലോളിൻ്റെയൊക്കെ മെറ്റബോളൈസേഷൻ നടക്കുന്നത് ഹൈഡ്രോസൈലേഷൻ വഴിയാണ്. അത് കാരണത്താൽ അതിൻ്റെയൊക്കെ ഡോസ്, ആ ഡ്രഗ്സിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഹൈഡ്രോസൈലേഷൻ കപ്പാസിറ്റി അനുസരിച്ചായിരിക്കും. നെക്സ്റ്റ് പോയിന്റ്, പ്ലാസ്മ കോളിനെസ്റ്ററേസ് അഥവാ സ്യൂഡോകോളിനെസ്റ്ററേസ്. പ്ലാസ്മ കോളിനെസ്റ്ററേസ് എന്ന് പറഞ്ഞാൽ എന്താ, ചില അനസ്തെറ്റിക്സിൻ്റെയൊക്കെ സെക്സിനിൽ കൊളീന്, ബിപ്വാക്കിന് അതിൻ്റെയൊക്കെ ഹൈഡ്രോലൈസ് ചെയ്യണമെങ്കിൽ മെറ്റബോളിസത്തിന് ആവശ്യമായിട്ടുള്ളതാണ് ഈ പ്ലാസ്മ കോളിനെസ്റ്ററേസ്. ചില ഇൻഡിവിജ്വൽസിൽ നമ്മുടെ ഈ സ്യൂഡോകോളിനെസ്റ്ററേസ് ആയിരിക്കത്തില്ല, അവർക്ക് ഇൻട്രസ്റ്റ് വേറെ ഏതെങ്കിലും ഒരു ടിപ്പിക്കൽ സ്യൂഡോകോളിനെസ്റ്ററേസിനോടായിരിക്കും. അങ്ങനെ ആകുമ്പോഴത്തേക്കും ആ സ്യൂഡോകോളിനെസ്റ്ററേസ് നമ്മുടെ ഈ നോർമൽ പ്ലാസ്മ കോളിനെസ്റ്ററേസിൻ്റെ അത്രയും എഫിഷ്യൻ്റ് ആയിരിക്കത്തില്ല ഈ സക്സിനിൽ കൊളീനെയൊക്കെ ഹൈഡ്രോലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള പീപ്പിളിൽ
നമ്മൾ ഈ സക്സിനൽകോളിൻ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും നോർമൽ തെറാപ്യൂട്ടിക് ഡോസ് അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് റെസ്പിറേറ്ററി പാരാലിസിസ് ഒക്കെ ഉണ്ടാവുന്നു. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഫെനിറ്റോയിൻ ഹൈഡ്രോക്സൈലേഷൻ. ചില ഇൻഡിവിജ്വൽസിൽ നമ്മുടെ ഈ ഡൈഫീനൈൽ ഹൈഡൻറ്റോയിൻ അഥവാ ഫെനിറ്റോയിനെ ഹൈഡ്രോലൈസ് ചെയ്യാനുള്ള കഴിവില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ എപ്പിലെപ്സി ട്രീറ്റ് ചെയ്യാനായിട്ട് ഫെനിറ്റോയിൻ കൊടുക്കുന്നത് അവർക്ക് ടോക്സിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഗ്ലൂക്കറോനൈഡ് കോൺജുഗേഷൻ. ചില ഡ്രഗ്സും കോമ്പൗണ്ട്സ് ആയിട്ടുള്ള ബിൽഡ്രോബിനെയൊക്കെ ഗ്ലൂക്കറോനൈഡായിട്ട് കോൺജുഗേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ചില ഹെറിറ്ററി ഡിസോർഡേഴ്സിൽ നമ്മുടെ ബിൽഡ്രോബിൻ്റെ കോൺജുഗേഷൻ നടക്കാതെ വരുന്നത്. അങ്ങനെ ആകുമ്പോഴത്തേക്കും അത് ജോണ്ടിസ് ഉണ്ടാക്കാനുള്ള കാരണമാവുന്നു. നെക്സ്റ്റ് പോയിന്റ് എരിത്രോസൈറ്റ് ഡയാഫോറേസ്. ഈ എരിത്രോസൈറ്റ് ഡയാഫോറേസ് എന്ന എൻസൈം മെഥീമോഗ്ലോബിനെ ഹീമോഗ്ലോബിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എന്നാൽ ഹെറിറ്ററി ആയിട്ട് ഈ എൻസൈമിൻ്റെ ഡെഫിഷ്യൻസി ഉള്ള ഇൻഡിവിജ്വൽസിൽ ചില ഡ്രഗ്സ് സൾഫണമൈഡ്സ് നൈട്രേറ്റ്സ് ഒക്കെ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും മെഥീമോഗ്ലോബിനെ ഹീമോഗ്ലോബിനായിട്ട് കൺവേർട്ട് ചെയ്യത്തില്ല. അത് കാരണത്താൽ മെഥീമോഗ്ലോബിൻ്റെ അളവ് നമ്മുടെ ബോഡിയിൽ കൂടുന്നു. നെക്സ്റ്റ് പോയിന്റ് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ്. ചില ഇൻഡിവിജ്വൽസിൽ ഈ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ് ഡെഫിഷ്യൻസി ഉണ്ടാവും. അങ്ങനെയുള്ള ഇൻഡിവിജ്വൽസിൽ പ്രിമാക്കിൻ എന്ന് പറയുന്ന ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും ഹീമോലൈസ് ഉണ്ടാക്കുന്നു. പ്രിമാക്കിൻ എന്ന് പറയുന്നത് ആൻറ്റി മലേറിയൽ ഡ്രഗ് ആണ്. നെക്സ്റ്റ് പേഷ്യൻ്റ് റിലേറ്റഡ് ഫാക്ടറിൽ അടുത്ത പോയിന്റ് നോക്കാം, ഡിസീസ് കണ്ടീഷൻ. അബ്സോർപ്ഷനെയും ഫസ്റ്റ് പാസ് മെറ്റബോളിസത്തിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന ഡിസീസ് കണ്ടീഷൻസ് ആണ് എക്ലോഹൈഡ്രിയ. എക്ലോഹൈഡ്രിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്കിൽ HCl പ്രൊഡ്യൂസ് ചെയ്യാത്ത കണ്ടീഷനാണ് എക്ലോഹൈഡ്രിയ. നെക്സ്റ്റ് സിറോസിസ് ഓഫ് ലിവർ. ലിവറിലെ സിറോസിസും നമ്മുടെ അബ്സോർപ്ഷനെയും ഫസ്റ്റ് പാസ് മെറ്റബോളിസത്തിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റുകളിലൂടെ അറിയിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ ഈസി ഫാർമസി.